ഹായ് നമസ്കാരം. PSC കേരള നമ്പർ 1 എക്സലൻസ് PSC ക്ലാസ് റൂം 28ാം ഭാഗത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത ഏതാനും ചോദ്യോത്തരങ്ങളാണ് നാം ഇന്ന് പറയാൻ പോകുന്നത്. ഉത്തരങ്ങൾ അവസാനത്തെ പേജിലാണ്. ഉത്തരങ്ങൾ അവസാനത്തെ പേജിലാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം ഏത്? ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം ഏത്? ആൻസർ മരുത്വമല. അടുത്ത ക്വസ്റ്റ്യൻ, രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏത്? രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏത്? ആൻസർ 1922. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ്? പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ്? ആൻസർ ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, 1936 പട്ടിണി ജാഥ നടന്നത് ആരുടെ നേതൃത്വത്തിൽ? പട്ടിണി ജാഥ നടന്നത് 1936 1936 പട്ടിണി ജാഥ നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? നേതൃത്വം കൊടുത്തത് ആരാണ്? ആൻസർ AK ഗോപാലൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രത്യക്ഷ രക്ഷാ ദൈവ സഭ സ്ഥാപിച്ചത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? ആൻസർ പൊയ്കയിൽ കുമാര ഗുരുദേവൻ. പൊയ്കയിൽ കുമാര ഗുരുദേവൻ. അടുത്ത ക്വസ്റ്റ്യൻ, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏത്? ആൻസർ 1946. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടിണി കിടക്കുന്നവനോട് മതത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആരുടെ വാക്കുകൾ? പട്ടിണി കിടക്കുന്നവനോട് മതത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആരുടെ വാക്കുകൾ? ആൻസർ സ്വാമി വിവേകാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവനന്തപുരത്തെ കുതിരമാളിക പണി കഴിപ്പിച്ച ഭരണാധികാരി ആര്? തിരുവനന്തപുരത്തെ കുതിരമാളിക പണി കഴിപ്പിച്ച ഭരണാധികാരി ആര്? ആൻസർ സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ. അടുത്ത ക്വസ്റ്റ്യൻ, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആര്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആര്? ആൻസർ വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ റേഡിയോ പ്രക്ഷേപണത്തിന് ആകാശവാണി എന്ന പേര് നൽകിയത് ആര്? ഇന്ത്യയിലെ റേഡിയോ പ്രക്ഷേപണത്തിന് ആകാശവാണി എന്ന പേര് നൽകിയത് ആര്? ആൻസർ രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ,
1913 കായൽ സമ്മേളനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1913 കായൽ സമ്മേളനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സാക്ഷരതയുടെ പിതാവ്. കേരള സാക്ഷരതയുടെ പിതാവ് ആര്? ആൻസർ ചാവറയച്ചൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് ഏത് നവോത്ഥാന നായകരുടെ പേരിലാണ്? കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് ഏത് നവോത്ഥാന നായകരുടെ പേരിലാണ്? ആൻസർ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ആൻസർ ജാരിയ കൽക്കരിപ്പാടം. ജാരിയ കൽക്കരിപ്പാടം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രോഫോബിയ എന്ന അപരനാമം ഏത് രോഗത്തിനാണ്? ഹൈഡ്രോഫോബിയ എന്ന അപരനാമം ഏത് രോഗത്തിനാണ്? ആൻസർ പേവിഷബാധ. അടുത്ത ക്വസ്റ്റ്യൻ, പെയിന്റഡ് ലേഡി എന്നറിയപ്പെടുന്ന ഷഡ്പദം. പെയിന്റഡ് ലേഡി എന്നറിയപ്പെടുന്ന ഷഡ്പദം ഏത്? ആൻസർ ചിത്രശലഭം. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാല പീഠഭൂമി ഏത് ഗ്രഹത്തിലാണ്? ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാല പീഠഭൂമി ഏത് ഗ്രഹത്തിലാണ്? ആൻസർ ശുക്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, ജിറാഫിന്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം. ജിറാഫിന്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എത്ര? ആൻസർ 7. അടുത്ത ക്വസ്റ്റ്യൻ, പെൻസിലിൻ കണ്ടുപിടിച്ചതിന് നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ. പെൻസിലിൻ കണ്ടുപിടിച്ചതിന് നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ ജീവി. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ ജീവി ഏത്? ആൻസർ ആട്. ഉത്തരങ്ങൾ: 1 മരുത്വമല, 2 1922, 3 ചട്ടമ്പി സ്വാമികൾ, 4 AK ഗോപാലൻ, 5 പൊയ്കയിൽ കുമാരഗുരുദേവൻ, 6 1946, 7 സ്വാമി വിവേകാനന്ദൻ, 8 സ്വാതി തിരുനാൾ, 9 വൈകുണ്ഠ സ്വാമികൾ, 10 രവീന്ദ്രനാഥ ടാഗോർ, 11 പണ്ഡിറ്റ് കറുപ്പൻ, 12 ചാവറയച്ചൻ, 13 ശ്രീനാരായണൻ, 14 ജാരിയ കൽക്കരിപ്പാട്, 15 പേവിഷബാധ, 16 ചിത്രശലഭം, 17 ശുക്രൻ, 18 7, 19 അലക്സാണ്ടർ ഫ്ലെമിംഗ്, 20 ആട്. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ക്ലാസ് ഇഷ്ടമായവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.